നമസ്കാരം. സതാൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് ഞാൻ സതാൻ മെനുവിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാറാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസാണ് ഇതൊക്കെ. ഇവിടെ ഞാൻ ഏകദേശം ഒരു ഇടത്തരം വലിപ്പമുള്ള 3 നല്ല പുളിയുള്ള പച്ചമാങ്ങ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കനത്തിൽ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു 3 മണിക്കൂർ ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മുൻപേ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് എള്ളെണ്ണ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് താളിക്കാൻ കടുക്, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുക്, അതേപോലെ തന്നെ മുളക് പൊടി, പിന്നെ ഇത് ഞാൻ പച്ച ഉലുവ, അതേപോലെ തന്നെ കടുക്, പിന്നെ കായം ചേർത്ത് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് എള്ളെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുക. അപ്പോൾ ഞാൻ മുഴുവൻ എള്ളെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം നമ്മൾ അച്ചാർ ഉണ്ടാക്കിയതിന് ശേഷം ആ ഭരണിക്ക് മുകളിലായിട്ട് നമ്മൾ കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴായിരിക്കും അത് കേടുകൂടാതെ കുറേ നാളിരിക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ മുളക് പൊടി ഇടുന്ന സമയത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയിൽ വ്യത്യാസം വരുത്തുക. അപ്പോൾ മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യാൻ മറക്കരുത്, കാരണം മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോയ അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് പോവും. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മാങ്ങയിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേദിവസം കട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് വേണമെങ്കിൽ അച്ചാറിടാം. ഞാൻ ഏകദേശം ഒരു 3 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാങ്ങയൊക്കെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന, അതായത് ചതച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും കായവും ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം 1/4 ടീസ്പൂൺ ഉലുവ, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കടുക്, പിന്നെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കായം, ഇത് 3 കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. കായം ഞാൻ കായപ്പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉലുവ എടുക്കുമ്പോൾ കുറച്ചെടുക്കുക, കാരണം ഉലുവ അധികമായാൽ കയ്പ്പ് രസം ഉണ്ടാവും. അതേപോലെ തന്നെ മാങ്ങയുടെ തൊലിയും, ചില മാങ്ങയുടെ തൊലി കയ്പ്പ് രസം ഉണ്ടാവും. സോ അങ്ങനെയുള്ള മാങ്ങയാണെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷം അച്ചാറിടുക. ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഞാൻ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. സപ്പോസ് പുളിയില്ലാത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം നിങ്ങൾക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഈ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു 2 ദിവസം മുമ്പേ, നമ്മൾ ഉപയോഗിക്കുന്നതിന് 2 ദിവസം മുമ്പേ ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പോൾ സതൻ മെനു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അത് ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും. ഹാപ്പി കുക്കിംഗ്.